JSK സിനിമാ വിവാദത്തിൽ വിചിത്രവാദങ്ങളുമായി കേന്ദ്ര സെൻസർ ബോർഡ് ഹൈക്കോടതിയിൽ. പ്രധാന കഥാപാത്രമായ ജാനകി ലൈംഗികാതിക്രമത്തിന് ഇരയാകുന്നതും നീതി തേടി അലയുന്നതുമാണ് സിനിമ. ഇത് സീതാദേവിയുടെ പവിത്രതയും അന്തസ്സിനെയും ഹനിക്കുന്നതാണെന്ന് സെൻസർ ബോർഡ്. ജാനകി എന്ന പേര് ഉപയോഗിച്ചത് മതപരമായ പ്രാധാന്യം ചൂഷണം ചെയ്യാനെന്നും സെൻസർ ബോർഡ് കോടതിയിൽ പറഞ്ഞു. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ ചെയ്യുന്നു. വിഷ്ണു, ദിവസങ്ങളായി നീണ്ടു നിൽക്കുന്ന ഒരു വിവാദമാണ്, കോടതി വ്യവഹാരത്തിൽ തുടരുകയാണ്. ഇന്നതിന് വിധി ഉണ്ടാകുമോ? എന്തൊക്കെയാണ് സെൻസർ ബോർഡിന്റെ വിശദ സത്യവാങ്മൂലത്തിൽ പറയുന്നത്? അവരുടെ വാദഗതികൾ എന്തൊക്കെ? സുഹൈല, ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയ്ക്ക് പ്രദർശന അനുമതി നിഷേധിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെ എന്നുള്ളതാണ് ഈ ഹർജിയിൽ സെൻസർ ബോർഡ് വ്യക്തമാക്കുന്നത്. വളരെ വിചിത്രമായ വാദങ്ങൾ എന്ന് തന്നെ അതിനെ വിശേഷിപ്പിക്കേണ്ടി വരും. ഒരു സിനിമയിലെ പ്രധാന കഥാപാത്രമായ ജാനകി ലൈംഗിക അതിക്രമത്തിന് ഇരയാകുന്നതും നീതി തേടി അലയുന്നതുമാണ് സിനിമ. ഇത് സീതാദേവിയുടെ പവിത്രതയും അന്തസ്സിനെയും ഹനിക്കുന്നതാണെന്ന് പറയുന്നു. ജാനകി എന്ന പേര് ഉപയോഗിച്ചത് മതപരമായ പ്രാധാന്യം ചൂഷണം ചെയ്യാൻ വേണ്ടിയെന്ന് സെൻസർ ബോർഡ് വാദിക്കുന്നുണ്ട്. മറ്റൊരു വിചിത്രമായ വാദം, ഈ ജാനകി എന്ന കഥാപാത്രത്തെ കോടതിയിൽ വിസ്തരിക്കുന്നത് മറ്റ് ഇതര മതത്തിൽപ്പെട്ട ഒരാളാണ്. അയാൾ പറയുന്ന കാര്യങ്ങൾ ഈ ജാനകി എന്ന പേരിനെയും കഥാപാത്രത്തെയൊക്കെ ആക്ഷേപിക്കുന്നതാണ്. ലൈംഗിക ഉത്തേജനത്തിനുള്ള മരുന്നുകൾ ഉപയോഗിക്കാറുണ്ടോ, കാമുകരുണ്ടോ എന്ന ചോദ്യങ്ങളൊക്കെ ഈ ഇതര മതത്തിൽപ്പെട്ട ഒരാൾ വിസ്തരിക്കുന്നതിന് അഭിഭാഷകനായിരിക്കാം, അയാൾ വിസ്തരിക്കുന്ന ഭാഗമായി ജാനകി എന്ന കഥാപാത്രത്തോട് ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം മറ്റു മതങ്ങളെ അല്ലെങ്കിൽ ഈ മതവിദ്വേഷം ഉണ്ടാക്കുന്നതിന് കാരണമാകുന്നു എന്ന വിചിത്ര വാദങ്ങൾ സെൻസർ ബോർഡ് ചൂണ്ടിക്കാട്ടുന്നു. ഇതിന്മേൽ ഇനി കോടതി എന്ത് നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. കഴിഞ്ഞ ദിവസം കോടതി നേരിട്ട് ഈ സിനിമ കണ്ടിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്ന് ഹർജി പരിഗണിക്കുന്നത്. രാവിലെ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ സെൻസർ ബോർഡ് കോടതിയെ അറിയിച്ച രണ്ട് പ്രധാനപ്പെട്ട മാറ്റങ്ങൾ. ഒന്ന്, ഈ കഥാപാത്രത്തിന്റെ പേര് ജാനകി വിദ്യാധരൻ എന്നാണ്. അതുകൊണ്ട് തന്നെ സിനിമയുടെ ടൈറ്റിലേക്ക് വരുമ്പോൾ വി ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് ചേർക്കണം, അല്ലെങ്കിൽ ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ക്രോസ് വിസ്താരത്തിനിടെ ജാനകി എന്ന പേര് ഉപയോഗിക്കുന്നിടങ്ങളിൽ മ്യൂട്ട് ചെയ്യണം എന്നീ രണ്ട് നിർദ്ദേശങ്ങളാണ് കോടതിക്ക് മുൻപാകെ സെൻസർ ബോർഡ് വെച്ചിട്ടുള്ളത്. നേരത്തെ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ പറഞ്ഞത് 96 സീനുകൾ അങ്ങനെയെങ്കിൽ കട്ട് ചെയ്ത് അല്ലെങ്കിൽ മ്യൂട്ട് ചെയ്തൊക്കെ പ്രവർത്തിപ്പിക്കേണ്ടി വരുമെന്നാണ്. എന്നാൽ അങ്ങനെ 96 സീനുകൾ അല്ലെങ്കിൽ ഒഴിവാക്കുന്നതിൽ വിചിത്രമായ വാദമാണ് സെൻസർ ബോർഡ് ഉന്നയിക്കുന്നത്. യുക്തിക്ക് നിരക്കാത്ത പല വാദങ്ങളും സെൻസർ ബോർഡ് പറയുന്നു. വിഷ്ണു സുരേഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നത്.